ചക്കക്കുരുവായിട്ട് കറി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ചക്കക്കുരുവിൻ്റെ ഇതിമത്തെ തോലൊക്കെ എടുത്തിട്ട് കളയണം. ചക്കക്കുരു ഇപ്പോൾ എങ്ങനെ വന്ന് പെട്ടതാണ്. ചക്കക്കുരുവിൻ്റെ തോലും അതുപോലെ കൈപ്പങ്ങ ഇതൊക്കെ രണ്ടും കൂടി കട്ട് ചെയ്തിട്ട് കുറച്ച് വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊട്ടിട്ട് വേവിക്കുക. വെന്തതിന് ശേഷം ഇത് ഉണക്കൽ മീനാണ്. ഉണക്കൽ മീനിന് ചുടുവെള്ളത്തിൽ ശേഖരം ചുടുവെള്ളം വെച്ചിട്ട് ഓഫാക്കുക. ഇനി വെക്കാൻ പാടില്ല. എന്തായാലും ഈ ചതിമത്തെ ചളിയും ചേറും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ചൂടാറുമ്പോൾ ഇതൊക്കെ കൈകൊണ്ട് ഇങ്ങനെ വരട്ടി കൊടുത്താൽ കംപ്ലീറ്റ് പോയിട്ട് കുറച്ച് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് ഒന്നിട്ട് ഫ്രൈ ആക്കുക. ഇന്നതിൻ്റെ ഭക്ഷണമാണ്. അപ്പോൾ അതിക്ക് വേണ്ട കാര്യങ്ങൾ സവോള ഒരു 4 പച്ചമുളക്, പിന്നെ തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതായിട്ട് ഒന്നാണ്ട് റോസ്റ്റാക്കിയിട്ട് ഉടക്കലും പിന്നെ പപ്പടം, സുബ്ഹാനല്ലാഹ്, പിന്നെ ചോറ്. ഇതാണ് ബോംബെത്തെ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചോളി മക്കളെ. നല്ല കാര്യമാണ്. ഹോട്ടലിൽ പോയിട്ട് ഓരോന്ന് കഴിച്ചിട്ട് വല്ല അസുഖങ്ങളും ഉണ്ടാക്കി കഴിക്കല്ലേ. ഇവിടെയൊക്കെ ബോംബെയിലും ഈ കണ്ണത്തെ രാജ്യത്തൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒരാൾ തിരിഞ്ഞു നോക്കാൻ ഇവർക്കുള്ളിൽ കഞ്ഞിൻ്റെ വെള്ളം തരാനുള്ള ഒരാളെ കിട്ടൂല. കാരണം എല്ലാവരും ജോലിക്ക് പോകുന്ന തിരക്കിലാക്കാൻ ആർക്കും എല്ലാവരും മനസ്സിലുണ്ടാവും അവർക്കുള്ളിൽ വെള്ളം ഉണ്ടാക്കി കൊടുക്കണം. ആർക്കും നേരമില്ല, മുട്ടിയ മൂത്രത്തിന് ഒഴിവില്ല എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ കഴിയുന്നിടത്തോളം ഉണ്ടാക്കുക, കഴിക്കുക, ഉഷാറാക്കുക. ഇന്നത്തെ വീഡിയോ 9-ാം തീയതിയാണ്. 9/4/2025. മാഷാ അല്ലാഹ്. ഓ സൂപ്പർ.